ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആചരിക്കുകയാണ്. 75ാം ഭരണഘടനാ ദിനം. ഈ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇന്നലെ നമ്മുടെ സുപ്രീം കോടതി വലിയ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും നമ്മളൊരു പരിപൂർണമായ നേട്ടങ്ങൾ എല്ലാ വിധത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ ആയിട്ടുള്ള സമത്വവും നീതിയും സാഹോദര്യവും എന്നീ ആദർശങ്ങളിൽ വേരൂന്നിക്കൊണ്ട് നമുക്കൊരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി വീണ്ടും ചില വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ആ ഒരു ഭരണഘടന രൂപവൽക്കരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടത് നമ്മളെല്ലാം സന്തോഷത്തോടെ ഓർക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെന്നൊക്കെ പലരും വിമർശിക്കാറുണ്ട്. ഒരുപക്ഷെങ്കിൽ ഒന്നോ രണ്ടോ വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനത്തിൽ കുറേ ന്യായങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് പറയാനായിട്ടും സാധിക്കും. എന്നാൽ മൊത്തത്തിൽ നോക്കിയാൽ നമ്മുടെ ഭരണഘടനയിൽ പലരും ആരോപിക്കാറുള്ള അമിത വൈദഗ്ധ്യവും സങ്കീർണതയും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കേണ്ടതാണ്. അതിൻ്റെ കാരണം അനേക ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഭരണഘടനാ വിദഗ്ധന്മാർ അതിനെ ചൊല്ലി വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും യഥാർത്ഥമായി നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങളെ അതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ അഭിമുഖീകരിച്ചതുപോലെ വൈഷമ്യമേറിയ ഒരു കർത്തവ്യം മറ്റൊരു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കും നിർവഹിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യം. നമുക്കറിയാവുന്ന പോലെ 36 കോടി ജനങ്ങളുള്ള അന്നത്തെ ഇന്ത്യയെ പോലെ അതിവിശാലമായ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് അനുയോജ്യമായ വിധത്തിൽ ഏറ്റവും നല്ല വ്യവസ്ഥകളെ കൊണ്ടുവന്ന് ആ വ്യവസ്ഥകൾ കൃത്യമായി എല്ലാ മനുഷ്യർക്കും രൂപപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു ഈ ഭരണഘടന രൂപീകരിച്ചത് എന്നുള്ളത് അതിനകത്ത് എത്ര സങ്കീർണത ഉണ്ട് എന്ന് ആരെല്ലാം വിമർശിച്ചാലും ശരി, അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു ജനസംഖ്യയുടെയോ വലിപ്പത്തിൻ്റെയോ പ്രശ്നം മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. മറിച്ച് വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ വർഗവും വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ സംസ്കാരവും ഇങ്ങനെ നിരവധി വൈവിധ്യമാർന്ന ഒരുപാട് കാര്യങ്ങൾ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്ന വൈവിധ്യത നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. 1947 മുമ്പ് നമുക്ക് അറിയാവുന്ന പോലെ 2 ഇന്ത്യകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, നമുക്കറിയാവുന്ന പോലെ 558 നാട്ടുരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടരെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, വേറൊരു കൂട്ടരെ തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭാഷയുടെയും വംശത്തിൻ്റെയും അതേപോലെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് രാഷ്ട്രീയ വ്യവസ്ഥകളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പം ചില നാട്ടുരാജ്യങ്ങൾ വലിപ്പത്തിൽ വലുതായിരുന്നു, ബൃഹത്തായിരുന്നു. എന്നാൽ വേറെ ചിലതാകട്ടെ വളരെ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ ചുരുക്കം ചിലത് മാത്രമേ ആധുനികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ആ വിധത്തിലൊരു വികസനം പ്രാപിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആകട്ടെ അവരെന്തായിരുന്നു അവരുടെ പൂർവികന്മാർ ആചരിച്ചും അനുഷ്ഠിച്ചും പോകുന്നത് അതേ തത്വസംഹിതകളും അതേ ആചാരമുറകളും അതേ നീതി വ്യവസ്ഥകളും അതുപോലെ തന്നെ അണുവിട മാറ്റം വരുത്താതെ പ്രവർത്തിച്ചു പോന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വൈരുദ്ധ്യം. മാത്രമല്ല പല നാട്ടുരാജ്യങ്ങളിലും ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സിംഹാസനത്തിൻ്റെ പരമാധികാരത്തിന് വിധേയമായിട്ടുള്ള മറ്റുള്ള ഭാഗങ്ങളാകട്ടെ സാമ്പത്തിക രംഗത്തും അതേപോലെ തന്നെ വളരെ ദ്രുതഗതിയിലുള്ള സാമൂഹ്യപരമായ പരിഷ്കാരങ്ങളിലായിരുന്നാലും ആധുനികവൽക്കരണങ്ങളിലായിരുന്നാലും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, ഒന്ന് ബ്രിട്ടീഷ് രാജ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയും മറ്റൊന്ന് ഭാരതീയ ഇന്ത്യയും, ഇത് രണ്ടും കൂടെ പലപ്പോഴും ഒരുപാട് കൺഫ്രണ്ടേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വേറൊരു രാജ്യത്തിലേക്ക്
ഈ നാട്ടിലെ ആളുകൾക്ക് പോയി അവിടെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യാനോ അവരുമായിട്ട് അവിടെ പുരോഗതി കൈവരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഒത്തിരി സംഘട്ടനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഉച്ചനീചത്വങ്ങൾക്ക് കാരണമായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. ചില പ്രദേശങ്ങളിൽ അവിശ്വസനീയമായ വിധത്തിൽ ജനങ്ങളെല്ലാം പിന്നോക്ക അവസ്ഥയിലായിരുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു വികസനവും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, റോഡ് പോലും സൗകര്യമില്ലാത്ത കാലഘട്ടമായിരുന്നു. വഴി നടക്കാൻ കാരണം വഴി നടക്കാനായിട്ട് ചില ആളുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പ്രത്യേകിച്ച് സവർണാധിപത്യത്തിൽ കഴിയുന്ന നാടുകളിൽ സവർണർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നല്ല വഴിയിൽ കൂടെ നടക്കാൻ അവകാശമുള്ളൂ. മറ്റുള്ളവരൊക്കെ അവർണരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഊടുവഴികളോ അല്ലെങ്കിൽ ഈവൻ അതിൽ പോലും സഞ്ചരിക്കാൻ കഴിയാതെ പാടത്ത് വരമ്പത്തൂടൊക്കെ സഞ്ചരിക്കേണ്ടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസങ്ങൾ അതിലൊക്കെ കാരണം മത അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള വർഗീയ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാൽ രൂപീകൃതമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ചലനാത്മകമായിരുന്നില്ല, ഒരു സ്റ്റാറ്റിക് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിശ്ചല സമൂഹമായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന രാജ്യം. അവർക്ക് നിയമസംഹിതകളും തത്വങ്ങളും ഒക്കെ വ്യത്യസ്തമായിരുന്നു. അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥകളിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഭരണ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇവിടെ ആകട്ടെ നമ്മുടെ നാടൻ രീതികളിലാണെങ്കിൽ നേരെ തിരിച്ചു. അപ്പോൾ ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള സമൂഹം, ഒരു ചലനാത്മകമല്ലാത്ത സമൂഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചേരിതിരിവുകളൊക്കെ വളരെ ശക്തമായി തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തെ ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ സാമൂഹിക ചലനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ ഇല്ലായ്മയ്ക്ക് അതൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടെല്ലാമായി എന്ന് വരാൻ പറ്റുകയില്ല. ഇപ്പം ഈ പറഞ്ഞ എല്ലാ സങ്കീർണതകളുമുള്ള പല നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് വന്ന എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് വരുന്ന, അവരെല്ലാം കൂട്ടിയിണക്കാൻ കഴിയുന്ന ഒരു ഭരണ സമ്പ്രദായം നമുക്ക് വളരെയധികം അത്യാവശ്യവുമായിരുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ ഭരണഘടന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണ നിർവഹണ സംവിധാനം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതാണ് അതിനകത്തെ പ്രത്യേകത. നമ്മുടെ ചലനാത്മകതയെ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ, ഭാവിയെ നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനയായിരുന്നു നമുക്ക് അനിവാര്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വന്ന ആളുകളുണ്ട്. ഊണും ഉറക്കവും അവരുടെ കുടുംബജീവിതങ്ങൾ പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ അധ്യക്ഷതയിൽ ഒരുപാട് ദിവസങ്ങൾ അവർ കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതിനകത്തെ ചില സംഭവങ്ങൾ എടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ വായിച്ചപ്പോഴാണ് എനിക്ക് ചില പ്രത്യേക വ്യക്തികളോട് കൂടുതൽ ആദരവ് തോന്നുവാൻ ഇടയായിത്തീർന്നു. അതിനകത്തൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന മഹാനായ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അദ്ദേഹം ഒരു സർക്കാസ്റ്റിക് ആയിരുന്നു. പലപ്പോഴും തമാശ രൂപത്തിൽ മറ്റുള്ള കാര്യങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തമാശ രൂപത്തിലായിരുന്നു അദ്ദേഹം എല്ലാവരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അതേ ആശയത്തോടുകൂടെ ഒരുമിച്ച് നടന്ന വ്യക്തിയാണ് ആദരണീയനായ ജവഹർലാൽ നെഹ്റുജി. ഈ രണ്ട് മനുഷ്യർ നമ്മുടെ രാജ്യത്തെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന് ഒരുപാട് ത്യാഗപൂർണമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജയിലിൽ കിടന്നു. തൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ശുശ്രൂഷ കൊടുക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. തൻ്റെ പൊന്നോമന മകളെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ ഇന്ദിരാഗാന്ധിജി എന്ന് നമ്മൾ വിളിക്കുന്ന ആദരണീയായ ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ ബാല്യം പിതാവിനോടൊപ്പം ചെലവഴിക്കാൻ കഴിയാതെ പോയ എത്രയോ നാളുകൾ. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പുരോഗതിക്ക് വേണ്ടി ചലനാത്മകമായിട്ട് നമ്മളെ നയിച്ചു. അതിൻ്റെ കാരണം ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യം വന്നത് ഒരു അനുഗ്രഹമായിട്ട് ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്. അതിനവർ പറയുന്ന കാര്യം,
ഇവിടെ ബ്രിട്ടീഷ് ഭരണം വന്നിരുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ 568 നാട്ടുരാജ്യങ്ങൾ മതരാഷ്ട്രങ്ങളായി തന്നെ കഴിയുമായിരുന്നു. വേറൊരു കാര്യം കൂടെ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഈ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നതായിട്ടുള്ള പാകിസ്ഥാന് വേണ്ടി വാദിച്ചായിട്ടുള്ള വ്യക്തിയും ലിയാഖത്ത് അലിയും, അവർ രണ്ടുപേരും എടുത്തായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ സെക്കുലറിസത്തിന് ഒരുപാട് ഹാനി വരുത്തുന്ന തരത്തിലുള്ളതെന്നൊക്കെ ചില ആളുകളെ നിരീക്ഷിക്കാറുണ്ട്. ഒരു കാര്യം ഞാൻ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയത്, നെഹ്റുജിയുടെ ദീർഘദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിൻ്റെ ദീർഘദർശനം എന്ന് പറയുന്നത് അതൊരു കുറഞ്ഞ കാലയളവിലേക്കല്ല, നമ്മുടെ രാജ്യത്തെ എത്ര പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ, ഇപ്പോഴത്തെ ഭരണാധിപന്മാർക്ക് അതിന് സാധിക്കുന്നുണ്ടോ, അതിനെല്ലാം പേവിങ് സ്റ്റോൺ ഇട്ടത്, അതിനെല്ലാം വളരെ അടിസ്ഥാന ശില ഇട്ടത് ഈ രണ്ടു പേരുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിനെ പോലെ ഒരു വ്യക്തി ആ നിലയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കാര്യം കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നീട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാം. അപ്പം ഡോക്ടർ BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ വല്ലഭായ് പട്ടേലും ഒക്കെ എക്കാലവും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് വരും തലമുറയ്ക്കകത്തേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടുന്നതായ വ്യക്തിത്വങ്ങളാണ്. അവരുടെ ആ വ്യക്തിത്വ പ്രഭാവം ഇന്നും നമ്മുടെ ഭരണഘടനയിൽ മാത്രമല്ല നമ്മുടെ ഭരണ സമ്പ്രദായങ്ങളിലും മുഴച്ചു നിൽക്കുന്നു. അതിനാരെല്ലാം വിഘാതം വരുത്താൻ നോക്കിയാലും വെട്ടിമാറ്റാൻ നോക്കിയാലും അതൊരിക്കലും വെട്ടിമാറ്റപ്പെടാവുന്ന വൃക്ഷങ്ങളായിരുന്നില്ല. അത്രമാത്രം നമ്മുടെ ഇന്ത്യൻ ദേശീയതയിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയതയിലേക്കും ഇന്ത്യൻ ഭരണഘടനയിലേക്കും ആഴത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റം വരുത്തണം, അതിനകത്തെ സെക്കുലറിസത്തെ എടുത്തു കളയണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഓർക്കണം, ഈ ഒരു നിലവാരമുണ്ടായിരുന്ന അല്ലെങ്കിൽ സങ്കീർണത ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഒന്നാക്കി തീർക്കാൻ തക്കവണ്ണം അതിൻ്റെ പ്രയോജനം നമുക്കെല്ലാവർക്കും, ആ ഭരണഘടനയുടെ പ്രയോജനം നമുക്കെല്ലാവർക്കും തരാൻ വേണ്ടി അധ്യാധ്വാനം ചെയ്ത ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ളത്. നാം എല്ലാം സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാകുന്നു എന്ന് നമുക്ക് വളരെ ആർജവത്വത്തോടുകൂടെ നെഞ്ചുറപ്പോടുകൂടെ പറയാൻ സാധിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഭരണഘടനാ ദിനം നമ്മൾ ഒരു സല്യൂട്ടോടുകൂടെ നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത ആളുകളെ സ്മരിക്കാം. അവർ ചെയ്തു തന്ന ഏറ്റവും വലിയ സുഹൃതം നമ്മളെ ഒന്നാക്കി തീർത്തു. നമുക്കൊരുമിച്ച് നീതിയും, നമുക്കൊരുമിച്ച് സ്വാതന്ത്ര്യവും, നമുക്കൊരുമിച്ച് തുല്യതയും, നമുക്കൊരുമിച്ച് സാഹോദര്യവും നിലനിർത്തുവാനുള്ള ശില അവർ പാകിത്തന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.